को हीरोइन बनाने का झांसा देकर रेप करने का उसके ऊपर आरोप है। सनोज मिश्रा ने मुझे 2 बार टच किया और वहाँ मैंने मेरी पूरी फैमिली को बोला, नहीं नहीं आपकी पहली मूवी है, क्या पहली मूवी के लिए मुझसे रेप करवाओगे? और एक फिल्म भी मैंने बनाई, द डायरी ऑफ मणिपुर। നമസ്കാരം. മൊണാലിസ, നമ്മുടെ കുംഭമേള വൈറൽ ഗേൾ മൊണാലിസയെ കുറിച്ച് നമ്മൾ കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ റീസെന്റ് ആയിട്ട് വീഡിയോ ഇടാനുള്ള കാരണം മറ്റൊന്നുമല്ല, മറ്റൊരു മുസ്ലിം യുവാവുമായിട്ട് പ്രണയത്തിലാവുകയും നേരെ വന്ന് ഈ പറയുന്ന കേരളത്തിൽ വരെയും ഇവിടുത്തെ ശിവൻകുട്ടി ഉൾപ്പെടെ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് വിവാഹം കഴിച്ചു കൊടുത്തു. അതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ഇട്ടു. ഇതാണ് ഈ റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടു. അതുപോലെ അയാളുടെ ഏജിനെ ചൊല്ലി ഇപ്പോഴും വിവാദങ്ങൾ, ഇപ്പോഴും തർക്കങ്ങൾ, ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടർ പറയുന്ന ഏജ് ഇപ്പോഴും ആയിട്ടില്ല എന്ന് പറയുന്നു, ചില കൂട്ടർ പറയുന്നു ഇല്ല അവൾക്ക് പ്രായപൂർത്തിയായി എന്നൊക്കെ പറയുന്നു. അത് ഒരു സൈഡിൽ നിൽക്കട്ടെ. ഇപ്പോ കുറച്ചു നേരം മുമ്പ് ഈ പറയുന്ന മൊണാലിസ വന്നൊരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനം. അതിനകത്ത് മൊണാലിസ പറയുന്നത് തന്റെ ആദ്യ സിനിമയുടെ സംവിധായകൻ തന്നെ എന്ത് ചെയ്തു, പലപ്പോഴും കയറി പിടിച്ചിട്ടുണ്ട്, എന്നെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തി. ഞാൻ ഈ വിഷയം എന്റെ വീട്ടുകാരുടെ അച്ഛനും അമ്മയും എടുത്ത് പറഞ്ഞു. അവർ പറഞ്ഞു കുഴപ്പമില്ല, എന്റെ ആദ്യ പടമില്ല, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടു എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന മൊണാലിസയെ കണ്ടു. അതിനെക്കുറിച്ച് സംസാരിക്കാം. അതുമല്ല, ഈ പറയുന്ന മൊണാലിസയുടെ കല്യാണം, ഒരു മുസ്ലിം യുവാവിനെ കല്യാണം കഴിച്ചപ്പോൾ അതൊരു ലവ് ജിഹാദാണ് എന്ന് പറയുന്ന ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന പിന്നെ വിവരങ്ങൾ അനുസരിച്ച് ഇതൊരു ലവ് ജിഹാദ് തന്നെയാണോ എന്നുള്ള സംശയം ബലപ്പെടുത്തുന്ന കുറച്ച് തെളിവുകൾ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോക്കുന്ന കുറച്ച് തെളിവുകൾ വന്നിട്ടുണ്ട്. ഈ പറയുന്ന ഇപ്പോൾ എവിടെ പറഞ്ഞു, അതായത് മൊണാലിസ എന്ന് പറയുന്ന ആരോപണം, അതായത് തന്റെ ആദ്യത്തെ ഈ പറയുന്ന സംവിധായകൻ തന്നെ കയറി പിടിച്ചു, ഒന്നല്ല രണ്ടല്ല പലവട്ടം കയറി പിടിച്ചു എന്ന് പറയുന്ന ആരോപണത്തിൽ കഴമ്പുണ്ടോ? ഈ ആരാണ് ഈ സംവിധായകൻ? ഇവന്റെ ബാക്ക് ഹിസ്റ്ററി ഏതാണ്? ഇവൻ എന്ത് പടമാണ് പിടിച്ചുകൊണ്ടിരുന്നത്? മനസ്സിലായി? എന്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പടമാണ് പിടിച്ചുകൊണ്ടിരുന്നത്? എന്തുകൊണ്ടാണ് പറയുന്നത് ഇതൊരു ലവ് ജിഹാദ് തന്നെയാണ് എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്ത്? അതിനൊക്കെ ആസ്പദമാക്കിയാണ് നമ്മുടെ ഈ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എന്ത് ചെയ്യുക, സബ് ചെയ്ത് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഈ മൊണാലിസ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ചില വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം. ഓക്കെ. मुझे पता है कि मुझ पे क्या बीती है क्या नहीं, और सनोज मिश्रा कोई अच्छा इंसान नहीं है. मुझे 10 बार ऐसे टच किया सनोज मिश्रा ने, और वहां मैंने मेरी അതായത് സനോജ് മിശ്ര എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനല്ല. എന്നെ 10 പ്രാവശ്യം എന്ന് പറയുന്നത് 10 ബാർ ടച്ച് ചെയ്യാന്ന് വെച്ചാൽ 10 പ്രാവശ്യം എന്റെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചു എന്നാണ് ഈ പറയുന്ന മൊണാലിസ ആദ്യം പറയുന്നത്. फैमिली वालों को बोला कि मुझे सनोज मिश्रा ने टच किया, मेरी फैमिली ने वहाँ मेरा साथ नहीं दिया. मुझे पता है कि मुझ पे क्या बीती है क्या नहीं. मेरे साथ अन्याय हुआ है, मुझे सिर्फ और सिर्फ इंसाफ चाहिए. सनोज मिश्रा ने मुझे 2 बार टच किया और वहाँ मैंने मेरी पूरी फैमिली को बोला, नहीं नहीं आपकी पहली मूवी है, क्या पहली मूवी के लिए मुझसे रेप करवाओगे? ഓക്കെ. ഇതാണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. ഇതിനകത്ത് പറഞ്ഞതിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. ആദ്യം പറഞ്ഞ് 10 പ്രാവശ്യം എന്നെ പിടിച്ചു എന്ന് പറയുന്നു, പിന്നീട് അവസാനം പറയുന്നത് 2 പ്രാവശ്യം എന്ന് പറയുന്നത്. ശരിയാ, നമുക്ക് കാര്യത്തിലാക്കേണ്ട. അങ്ങനെയാ പറയുന്നത്. ആദ്യം 10 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 2 വട്ടം കേട്ടു നോക്കി. അവസാനം പറയുന്നത് എന്നെ 2 പ്രാവശ്യം പിന്നെ എന്നെ കയറി പിടിച്ചു. അപ്പൊ ഈ പറയുന്ന ഈ മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നതുകൂടി നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇത് വന്ന് ഫാമിലിയുടെ അടുത്ത് പറഞ്ഞു. ഫാമിലി എടുത്ത് പറഞ്ഞപ്പോൾ എന്താണ്, ഇത് ഫസ്റ്റ് ഫിലിം അല്ല, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടു എന്ന് ഫാമിലി അതായത് അച്ഛനും അമ്മയും പറഞ്ഞു. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് എങ്ങനെയാണ്, ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റേപ്പിന് വേണ്ടിയിട്ട് ഞാൻ നിന്ന് കൊടുക്കണോ എന്നുള്ളതാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മൊണാലിസ ചോദിച്ചത് അല്ലെങ്കിൽ പറയുന്നത് എന്നുള്ളത്. ഇനി മൊണാലിസ ഇത് പറയാനുള്ള കാരണം എന്താ? ഇപ്പൊ വന്നിട്ട് ഇതുപോലൊരു പത്രസമ്മേളനം നടത്താനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സംവിധായകൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അവരുടെ നോർത്തിലൊക്കെ ഇങ്ങനെ ഈ പറയുന്ന ഇന്റർവ്യൂസ് കൊടുക്കുകയാണ്. എന്നെ പറ്റിച്ചു, ഇതൊരു ലവ് ജിഹാദാണ്, ഈ പറയുന്ന ഇപ്പം കല്യാണം കഴിച്ചില്ല അവൻ ഇത് മനഃപൂർവ്വം ചെയ്തതാണ്, എന്റെ സിനിമ പൊട്ടിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഇന്റർവ്യൂസിലും കയറി ഈ പുള്ളി പറയുന്നുണ്ട് ഇത് ലവ് ജിഹാദാണ്. നമ്മുടെ കേരളത്തെ മന്ത്രിമാരെയൊക്കെ അങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതിന്റെ മറുപടി എന്നോളമാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഇതിന്റെ മുമ്പോട്ട് കൊണ്ട്, അതായത് എനിക്ക് വെളിയിറങ്ങാൻ പോലെ എന്റെ പിക്ചറൊക്കെ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ കൊല്ലുമെന്നാണ് പറയുന്നത്, കൊണ്ട് എനിക്ക് നീതി വേണമെന്നുള്ളതാണ് പറയുന്നത് എന്നാണ്. ഇനി ഈ പറയുന്ന അമിഷ് മിശ്ര, അമിഷ് മിശ്രയല്ലോ, എന്തോ ഒരു മിശ്ര, ഇവനെ ആരെന്നൊക്കെ അറിയാലോ. അതായത് നമ്മുടെ ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ജുവലറി ഉദ്ഘാടനത്തിന് ഈ മൊണാലിസയുടെ കൂടെ വന്ന സംവിധായകനാണ്. ഈ 13 സിനിമയൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു.
എന്ന് ഇങ്ങനെ പറയുന്നു. ഗൂഗിളിൽ തന്നെ 1-2 പടം അത് ഇതുവരെ പുറത്തിറങ്ങിയില്ല എന്നൊക്കെ പറയുന്നത് അതെന്തോ ആയിക്കോട്ടെ. അന്നേ നമുക്ക് ചെറിയൊരു പ്രശ്നം ഒരു നമ്മൾ ചോദിച്ചായിരുന്നു, എന്തിനാണ് ഇങ്ങനെ വന്ന്, അതായത് തന്റെ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു പെൺകുട്ടി ഒരിടത്ത് ഉദ്ഘാടനത്തിന് പോകുമ്പോൾ അവിടെ ഫാമിലി ഒന്നും വരാതെ ഇങ്ങനെ എന്തിനു കൊണ്ടുവരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഈ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയതിന് വളരെ നല്ല ബാക്ക്ഗ്രൗണ്ട് ഒന്നും അല്ല. ഇങ്ങനെ 1-2 കല്യാണം കഴിച്ചിട്ടുണ്ട്, പല പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് കേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ സിനിമ നടന്നുകൊണ്ടിരുന്നപ്പോഴും ഇങ്ങനെക്കെതിരായിട്ട് ഒരു ബലാത്സംഗ കേസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഞാൻ വിളിച്ചുതരാം. सोशल मीडिया पर पीड़िता से मिला था आरोपी, पीड़िता को हीरोइन बनाने का झांसा देकर रेप करने का उसके ऊपर आरोप है. ഓക്കെ, ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ പിടിച്ചുകൊണ്ടിരുന്ന, അതായത് ഈ ഒരു സിനിമ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ച് ഏതോ ഒരു സോഷ്യൽ മീഡിയയിലെ പെൺകുട്ടിയെ വിളിച്ച് പിന്നീട് എന്താണ് ഹീറോയിൻ ആക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ പേരിൽ ഒരു കേസ്. ഇപ്പൊ പുള്ളി ജാമ്യത്തിലുണ്ട്. പുള്ളി പറയുന്ന അതൊരു എന്താണ്, അതും ഈ പറയുന്ന കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസാണെന്നാണ് പുള്ളി പറയുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സംവിധായകനെ എന്തായാലും പിടിച്ചോണ്ട് പോയല്ലോ, പോലീസ് പിടിച്ചു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മൊണാലിസയുടെ അടുത്ത് ചോദിച്ചു. അപ്പൊ മൊണാലിസ ഈ പുള്ളിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്, കേൾക്കുക. अभी आप जो फिल्म कर रहे हैं उनके डायरेक्टर हैं सनोज मिश्रा, तो उनको लेके कोई केस वेस भी हुआ है ना, कोई केस भी चल रहा है, उनके ऊपर कई तरह के आरोप भी लगे, इस पर आप क्या कहेंगे? सर बहुत से लोग तो ऐसे भी है जो बहुत गलत वीडियो बना रहे हैं मेरे, वो सारे फेक वीडियो है। और सनोज मिश्रा जी मुझे एक बेटी की तरह मानते और बेटी की नज़र से देखते। सर ऐसे नहीं, और मैं भी उनको एक पापा की तरह मानती हूँ। मैं उन लोगों से हाथ जोड़ के विनती करती हूँ कि ऐसे वीडियो ना बनाए प्लीज़. ഓക്കെ, ഈ സനോജ് മിശ്രയും ഈ പറയുന്ന മൊണാലിസയും തമ്മിൽ അരുതാത്ത ബന്ധങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഈ മൊണാലിസ പറയുന്നത് എന്താണ്, പലരും പല രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന പുള്ളി എന്നെ ഒരു മകളെ പോലെയാണ് കാണുന്നത്. ഓക്കെ, ഇതിനകത്ത് പുള്ളി ഇവിടെ പറയുന്നത് എന്നെ ഒരു മകളെ പോലെയാണ് കാണുന്നത്, ഞാൻ പുള്ളിയെ ഒരു സ്വന്തം അച്ഛനെ പോലെയാണ് ഈ പറയുന്ന സനോജ് മിശ്രയെ കാണുന്നത്, വളരെ നല്ലൊരു പിന്നെന്താണ് ഒരു മനുഷ്യനാണെന്നാണ് ഈ പറയുന്ന മൊണാലിസ പറയുന്നത്. ഓക്കെ, ഇനി ഇതിലെങ്ങനെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം വന്നത് എന്ന് ചോദിച്ചു. അവിടെയാണ് ഞെട്ടുന്ന ചില കാര്യങ്ങൾ. അതായത് ഈ പുള്ളി എടുക്കുന്ന ഒരു പടമുണ്ട്, ആ പടത്തിനെ കുറിച്ചും ആ പുള്ളി തന്നെ പറയുന്നത് കേൾക്കും, എന്നിട്ട് അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, और एक फिल्म भी मैंने बनाई द डायरी ऑफ मणिपुर, जो कि अब लगभग कंप्लीट हो चुकी है. अप्रैल महीने में फिल्म रिलीज होने वाली थी. फिल्म लव जिहाद पर आधारित थी, ये पूरी देश दुनिया को बता चुका हूँ. और इसी बीच ഓക്കെ, ഇത്രയും വളരെ ഇമ്പോർട്ടന്റ്. അതായത് പുള്ളി ഒരു പടം പിടിച്ചു, ആ പടത്തിനകത്ത് മൊണാലിസയെ വെച്ചുകൊണ്ട് പിടിക്കുന്ന പടത്തിന്റെ പേര് ദ ഡയറി ഓഫ് മണിപ്പൂർ, മണിപ്പൂറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. അതിനകത്ത് അതിന്റെ ഇതിവൃത്തം, അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ലവ് ജിഹാദിനെ കുറിച്ചായിരുന്നു ഇതിന്റെ പ്രമേയം. മനസ്സിലായോ? ലവ് ജിഹാദിനെ കുറിച്ചാണ് ഈ പുള്ളി ഒരു സിനിമ പിടിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് അതിന്റെ ഹീറോയിനെ തന്നെ ഈ മറ്റൊരു മുസ്ലിം യുവാവ് എന്ത് തട്ടിക്കൊണ്ടു പോകുന്നത്. ഈ സിനിമയെ എന്താണ് പിന്നീട് നിർത്താൻ വേണ്ടി, ഈ സിനിമയെ തുലയ്ക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ളതാണ് ഈ പുള്ളി ആരോപിക്കുന്നത്. ബാക്കിയും കൂടി കേട്ടോ. जो एंट्री होती है किसी आदमी की मुझसे बगैर जानकारी के, मेरी बगैर जानकारी के, अचानक से पता नहीं अंदर अंदर उसने कौन सा खेल किया और ले जाकर केरल में जिस तरह से लव जिहाद की घटना को अंजाम दिया, आज पूरा देश दुनिया देख रहा है. वीडियो बनाने का मकसद मेरा ये है कि मुझे साउथ में, दक्षिण भारत से बहुत सारी थ्रेड्स आ रही हैं. मुझे उसकी कोई परवाह नहीं है. मैंने उनके परिवार को लाकर भोपाल में संबंधित अधिकारियों से, और जो उसकी उम्र को लेकर के जो बातचीत हो रही है, लोग बोले हैं उसका तो आधार कार्ड है, पैन कार्ड है, सब चीजें हैं, तो जो फर्जी कागजात बने हुए हैं उस पर जांच करने के लिए मैंने संबंधित पुलिस अधिकारियों में कंप्लेन दर्ज करवाई है. और शासन प्रशासन ने पूरा सहयोग करने का आश्वासन भी दिया है. और चूंकि जो परिवार है बहुत बिखरा हुआ है इस वक्त, बहुत टूटा हुआ है, सब लोग बहुत परेशानी में है इस वक्त, तो मेरी जिम्मेदारी बनती थी, जो कि मैं इतने साल, 1.5 साल से करीब उनके संपर्क में था, तो और मेरा जो आर्थिक और सामाजिक नुकसान हुआ है उसकी तो भरपाई मैं नहीं कर पाऊंगा जिंदगी भर कभी. ഓക്കെ, ഇതാണ് പുള്ളി പറയുന്നത്. അതായത് ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന് പറഞ്ഞ ഒരു പുള്ളി ഒരു പടം പിടിക്കുകയായിരുന്നു. അതിനകത്ത് അതിന്റെ പ്രമേയം തന്നെ ഈ പറഞ്ഞ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിന്റെ ഹീറോയിൻ ആയിരുന്നു ഈ പറയുന്ന മൊണാലിസ. അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഇടയിലാണ് ഈ പറയുന്ന ഇപ്പം കല്യാണം കഴിച്ചു പോലെ അവൻ വന്നത്. ഇത് മനഃപൂർവ്വം നമ്മളെ പറഞ്ഞു തിരുത്തി എന്ത് ചെയ്തു, അവളെ കുപ്പിയിലാക്കി കൊണ്ടുപോയതാണ് എന്നുള്ളതാണ്. ഈ പുള്ളി ഇങ്ങനെ ഒന്ന് പറയാൻ കാരണം പുള്ളി പറഞ്ഞ ഏതാണ്ട് 90% ഈ പറയുന്ന ഫിലിം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്.
ഇനി കുറച്ച് കാര്യങ്ങൾ ഡബിങ്ങും കാര്യങ്ങളോ ഏതോ ഒരു പാട്ട് മാത്രം എന്തോ ഡബ് ചെയ്യാനുള്ളൂ, അല്ല ഷൂട്ട് ചെയ്യാനുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ അതിൽ ഇനി ഒരു 10 കോടി 20 വരെ ഇത് പുറത്തിറക്കണമെങ്കിൽ വേണം. അപ്പൊ ഇനി ഇപ്പം ഈ പറയുന്ന ഈ മൊണാലിസ ഇപ്പൊ ആർക്കും കണ്ടെടുത്താൽ കണ്ടു, അവിടെ വന്നു കഴിഞ്ഞാൽ പെട്രോൾ വെച്ച് കത്തിക്കും എന്നുള്ള ലെവലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇനി ആരും എനിക്ക് കഴിച്ചില്ല, എന്റെ അത്രയും പൈസ നഷ്ടം എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത് എന്നുള്ളതാണ്. അപ്പം ഇത് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാണോ നമുക്കറിയില്ല. കാരണം പുള്ളി എന്താണ് ഈ പറയുന്ന പുള്ളി എടുത്തുകൊണ്ടിരുന്ന പടം ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന സെയിം വിഷയത്തെ കുറിച്ചാണ്. അതായത് ഈ പറയുന്ന ലവ് ജിഹാദ്, അതായത് ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിംസ് എന്ത് ചെയ്യുന്നു വന്ന് നിന്ന് പറഞ്ഞു മയക്കി കെട്ടി അവരുടെ മതത്തിലേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. മണിപ്പൂരിൽ ഇന്നാൾ നടന്ന കലാപവും കാര്യങ്ങളും ഒക്കെ ബന്ധപ്പെട്ടാണ് ഈ പുള്ളി ഒരു സിനിമ എടുത്തത്. അപ്പൊ അതിലുള്ള ഹീറോയിൻ തന്നെ അതേ ഒരു രീതിയിൽ മറ്റൊരു മുസ്ലിം യുവാവിൻ്റെ കൂടെ പോയപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് എന്താണ് വളരെ പ്ലാൻ ആയിട്ട് ചെയ്ത ഒരു സംഭവമാണ് എന്നാണ് പുള്ളി ആരോപിക്കുന്നത്. മനസ്സിലായത്? പുള്ളി ആരോപിക്കുന്നത് പുള്ളിയുടെ ആരോപണത്തിൽ എത്ര ശരിയെന്ന്. അതുമല്ല, ഈ പെൺകുട്ടി അന്ന് കേരളത്തിൽ വന്നപ്പോ ഇവിടെ അങ്ങോട്ട് പറയുന്നത് ഞാനല്ല, അവനല്ല ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത്, ഞാനാണ് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത്, അവൻ ആദ്യം കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്നത് ഞാൻ നിർബന്ധിച്ചാണ് ഈ കല്യാണം നടത്തിയത് എന്നൊക്കെ പറഞ്ഞത് ആരോ പറഞ്ഞ് ഇവൻ തന്നെ പറയിപ്പിച്ചതാണെന്ന് അന്നേ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവൻ തന്നെ പറഞ്ഞല്ലാത്ത ഒരു പെൺകുട്ടി ഒന്നും ഇങ്ങനെ പറയത്തില്ല. ഇവൾ പറയുമ്പോൾ ഞാൻ അവളുടെ അടുത്ത് നിർബന്ധിച്ചൊന്നുമില്ല, അവൾ തന്നെയാണ് എൻ്റെ അടുത്ത് പ്രപ്പോസ് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവൾ നിർബന്ധിച്ചത് കൊണ്ടാണ്, ഞാൻ അവരുടെ നിർബന്ധ പ്രകാരമാണ് ഈ ഒരു കല്യാണം കഴിച്ചത് എന്ന് ഈ പയ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പുള്ളി പറയുന്നത് എന്താണ്, ഇത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടത്തിയൊരു സംഭവമാണ്. അതായത് ഡയറി ഓഫ് മണിപ്പൂർ എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടായിരുന്നു. അതിന്റെ അനന്തരഫലമായിട്ട് സംഭവിച്ചത് എന്നുള്ളതൊക്കെയാണ്. പിന്നെ ഈ പുള്ളി ഇതിനകത്ത് പറയുന്നുണ്ട് എന്താണ്, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്, എന്താണ് ഈ പറയുന്ന ഇവരുടെ പ്രായം പൂർത്തിയായില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. വേറൊരു ഇന്റർവ്യൂവില് ഇതേ ദിവസം 12 ദിവസം മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ പുള്ളി തന്നെ പറയുന്നുണ്ട് 18 വയസ്സാവാൻ വരെ കാത്തിരുന്നു, കഴിഞ്ഞ മാസം 18 വയസ്സായി, അതുകൊണ്ട് അതിനുശേഷം ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് പോയി കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൽ എവിടെയൊക്കെ ശരികളും കുറെ നുണകളും ഈ പറയുന്ന പൂർണ്ണമായിട്ടും നമ്മുടെ ഈ മൊണാലിസ പറയുന്നത് നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്തൊക്കെ കള്ളത്തരങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തുണ്ട്. പിന്നെ ഈ സംവിധാനം വെച്ചാൽ ലോക ഉടായ്പാണ് അവൻ ലോക ഉടായ്പാണ്. അത് വേറൊരു വിഷയം. ഈ പറയുന്ന മൊണാലിസയുടെ ഭാഗത്തും ചെറിയ ഉടായ്പകൾ ഇല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. മൊണാലിസയുടെ ഒരു സത്യം പറഞ്ഞ 10-18 വയസ്സിപ്പം പ്രായപൂർത്തി ആയതേ ഉള്ളൂ, ഇല്ലെന്ന് പറയുന്നു. അപ്പൊ അതിനുള്ള പക്വതയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അവളെ പറഞ്ഞു തിരുത്തിയതാണോ എന്നുള്ളൊരു സംശയവും നമുക്ക് എന്തായാലും തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അതുപോലെ ഇങ്ങനെ ഈ പടത്തിന്റെ ഇതിവൃത്തം, പടത്തിന്റെ സബ്ജക്ട് എന്താണ്, ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇനി അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തതാണോ, ഈ പെണ്ണിനെ അത് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കുപ്പിയിൽ ഇറക്കി കൊണ്ടുവന്നതാണോ എന്നുള്ളൊരു സംശയവും എനിക്ക് നിലനിൽക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ നമുക്ക് കാണാം. ജയ് ഹിന്ദ്.